കേരള ഫ്രീ ലേണിംഗ് ആപ്പിൻ്റെ ഫിലോസഫി ക്ലാസ്സിലേക്ക് എല്ലാ അധ്യാപക വിദ്യാർത്ഥികൾക്കും സ്വാഗതം. അപ്പോൾ നമ്മളോട് ഒരുപാട് പേര് ആവശ്യപ്പെട്ടൊരു ക്ലാസ്സാണിത്. നമ്മുടെ പേപ്പർ 102 ഫിലോസഫിയിലെ കുറച്ച് ഭാഗങ്ങളുടെ നമുക്ക് കവർ ചെയ്യാനുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇന്ത്യൻ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകളും റിപ്പോർട്ടുകളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് മുമ്പും ശേഷവുമായി നിരവധി വിദ്യാഭ്യാസ കമ്മീഷനുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. നമ്മൾ അധ്യാപക വിദ്യാർത്ഥികളാണല്ലേ, അപ്പോൾ നമ്മൾ ഭാവിയിൽ അധ്യാപകരാകാൻ പോകേണ്ട ആൾക്കാരാണ്. അപ്പോൾ പണ്ട് കാലത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന വിദ്യാഭ്യാസ കമ്മീഷനുകളെക്കുറിച്ചും വിദ്യാഭ്യാസ നയങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ വർത്തമാനകാല വിദ്യാഭ്യാസ പ്രശ്നങ്ങളെ കൃത്യതയോടെ സമീപിക്കാനും വിശകലനം ചെയ്ത് പരിഹാരങ്ങൾ രൂപപ്പെടുത്തി നടപ്പിലാക്കാനും നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് മെക്കാളെ മിനിറ്റ്സ്, വുഡ്സ് ഡെസ്പാച്ച്, ഹണ്ടർ കമ്മീഷൻ റിപ്പോർട്ട്, ഹർട്ടോഗ് കമ്മിറ്റി റിപ്പോർട്ട്, സർജൻ റിപ്പോർട്ട്. ഇതാണ് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള വിദ്യാഭ്യാസ കമ്മീഷനുകൾ. ഓക്കെ, അതിനുശേഷം യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ, സെക്കൻഡറി വിദ്യാഭ്യാസ കമ്മീഷൻ, ഇന്ത്യൻ വിദ്യാഭ്യാസ കമ്മീഷൻ, ദേശീയ വിദ്യാഭ്യാസ നയങ്ങൾ, പിന്നെ പ്രോഗ്രാം ഓഫ് ആക്ഷൻ, യശ്പാൽ കമ്മിറ്റി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലും വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്തിട്ട് പോകാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് മെക്കാളെ മിനിറ്റ്സ്. ആധുനിക ഇന്ത്യൻ വിദ്യാഭ്യാസം രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്കുവഹിച്ച നിയമനിർമ്മാണ രേഖയാണ് 1835 മെക്കാളയുടെ മിനിറ്റ്സ്. വർത്തമാനകാല വിദ്യാഭ്യാസത്തെ പോലും സ്വാധീനിക്കുന്ന ഈ രേഖയുടെ വിശകലനം അധ്യാപക വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. കാരണം എന്താണ്, നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനാണ് ഇത്, മെക്കാളയുടെ മിനിറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനും പാശ്ചാത്യ ആശയങ്ങൾക്കും ഊന്നൽ നൽകുന്നതിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഈ ഒരു മെക്കാളെ മിനിറ്റ്സ് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം 1813 ചാർട്ടർ ആക്ട് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഒരു പുതിയ നയമാണ്. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഒരു വർഷം 1,00,000 രൂപ, ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന് വേണ്ടി 1,00,000 രൂപ നീക്കി വെക്കുക എന്നുള്ളൊരു ആക്റ്റായിരുന്നു 1813 ചാർട്ടർ ആക്ട്. അപ്പോൾ ഇവിടെ രണ്ട് വിമർശനങ്ങൾ വന്നു. ഒന്ന്, ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ അല്ലെങ്കിൽ പാശ്ചാത്യ വിദ്യാഭ്യാസത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീം, പിന്നെ മറ്റു സൈഡിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ എതിർക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭാഗം. അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് അവിടെ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി അവിടെ നിലനിന്നിരുന്നു. ആ ഒരു ടൈമിലാണ് നമ്മുടെ മെക്കാളയുടെ മിനിറ്റ്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ 1835 ഈ പ്രശ്നം അന്നത്തെ ഗവർണർ ജനറലായിരുന്ന വില്യം ബെൻഡിക് പ്രഭുവിൻ്റെ തീരുമാനത്തിന് വിടാൻ ബോർഡ് തീരുമാനിച്ചു. അങ്ങനെ ബ്രിട്ടീഷ് ഗവൺമെൻറ് തീരുമാനിക്കുകയാണെന്ത്, ലോർഡ് വില്യം ബെൻഡിക് പ്രഭുവിന് ഈ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് നിയോഗിക്കുക. ആ ഒരു ടൈമിൽ ഗവർണർ ജനറലായിട്ടുള്ള വില്യം ബെൻഡിക് പ്രഭുവിനെ ഇതിനായിട്ട് നിയമിച്ചു. ഓക്കെ, അങ്ങനെ 1835 ഫെബ്രുവരി മാസത്തിലാണ് മെക്കാളെ മിനിറ്റ്സ് പുറത്തു വന്നത്. ആ ഒരു ടൈമിൽ നിലവിലുണ്ടായിരുന്ന ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തെക്കുറിച്ചുള്ള ഒരു അവലോകനം നടത്തിയ ഒരു ലെറ്ററായിരുന്നു അല്ലെങ്കിൽ ഒരു കത്തായിരുന്നു ഈ ഒരു മെക്കാളയുടെ മിനിറ്റ്സ്. ഇത് പിന്നീട് മെക്കാളയുടെ മിനിറ്റ്സ് എന്നുള്ള ഫോമിലേക്ക് മാറ്റപ്പെട്ടതാണ്. 20 പേജുള്ള ഒരു ലെറ്ററായിരുന്നു ഈ മെക്കാളയുടെ മിനിറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇതിലുണ്ടായിരുന്ന കാര്യം 1813 ചാർട്ടറിൽ ഉപയോഗിച്ചിരുന്ന സാഹിത്യം എന്നത് ഇംഗ്ലീഷ് സാഹിത്യമാണെന്നും പണ്ഡിതനായ ഇന്ത്യക്കാരൻ എന്നതുകൊണ്ട് അർത്ഥമാക്കിയത് ലോക്കിൻ്റെ തത്വശാസ്ത്രം, മിൽട്ടൻ്റെ കവിത എന്നിങ്ങനെ ഇംഗ്ലീഷ് വിജ്ഞാനത്തിൽ ആഴത്തിൽ അറിവ് നേടിയ വ്യക്തിയാണെന്ന് അദ്ദേഹം വ്യാഖ്യാനിച്ചു. അപ്പോൾ മെക്കാളെ ഇതിനെ നോക്കിക്കണ്ടത്, അഥവാ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ വിദ്യാഭ്യാസത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണമെന്നാണ് മെക്കാളെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ നോക്കിക്കണ്ടത്. ഇതിലൂടെ മെക്കാളെ പറഞ്ഞു, ശാസ്ത്രവിജ്ഞാനം ഇംഗ്ലീഷ് ഭാഷയിലൂടെ മാത്രമേ നേടാനാകൂ എന്ന് അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു. അതുപോലെ തന്നെ ഇന്ത്യൻ നാട്ടുഭാഷകളെ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ നിന്നും ശാസ്ത്രത്തിൽ നിന്നും തിരഞ്ഞെടുത്ത പദങ്ങൾ ഉപയോഗിച്ച് സമ്പന്നമാക്കുക. ഓക്കെ, പഠനമാധ്യമം ഇംഗ്ലീഷ് ആക്കുന്നതിൽ ഒരു വിഭാഗത്തിനും എതിർപ്പില്ലെന്ന് പ്രത്യേകം പ്രസ്താവിച്ചു. അപ്പോൾ എതിർക്കുന്ന ഒരുപാട് സമൂഹങ്ങൾ ഇന്ത്യയിൽ ആ ഒരു ടൈമിലുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടാണെന്ത്, ഇന്ത്യയിലെയും അറേബ്യയിലെയും സകല സാഹിത്യത്തെക്കാളും വിലമതിക്കപ്പെട്ടതാണ് ഒരു അലമാരയിൽ ഒതുങ്ങുന്ന യൂറോപ്യൻ സാഹിത്യം. ഇതിലൂടെ അദ്ദേഹം ഇന്ത്യൻ സാഹിത്യത്തിന് അദ്ദേഹം വളരെ കുറച്ച് കാണുകയാണല്ലേ. യെസ്, പിന്നെ ഭരണകർത്താക്കളായ നമ്മളും നാട്ടുകാരായ ഇന്ത്യക്കാരും തമ്മിൽ ആശയവിനിമയം ചെയ്യാൻ സഹായിക്കുന്നതും രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരാണെങ്കിലും വീക്ഷണത്തിലും ബുദ്ധിശക്തിയിലും സദാചാരബോധത്തിലും ഇംഗ്ലീഷുകാരുമായൊരു വർഗത്തെ സൃഷ്ടിക്കാൻ കഴിയുന്നതെല്ലാം നാം ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന പ്രസ്താവനയിലൂടെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം അദ്ദേഹം വ്യക്തമാക്കി. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് മെക്കാളെ മിനിറ്റ്സിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഡീപ്പായിട്ട് നമുക്ക്
അത്ര ഡീപ്പിൽ നമുക്ക് അത്ര ആഴത്തിൽ നമുക്ക് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് എന്താണ് ഇതിൻ്റെ ഉദ്ദേശങ്ങൾ, ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ, അല്ലെങ്കിൽ മെക്കാളെ മനസ്സിൽ എന്തിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നുള്ളതിനെ പറ്റിയൊരു ഔട്ട്ലൈൻ ഐഡിയ ഉണ്ടായാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമിന് എഴുതാൻ പറ്റും. ഓക്കെ, ദെൻ വുഡ്സ് ഡെസ്പാച്ച്. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ മറ്റൊരു നാഴികക്കല്ലാണ് 1854 വുഡ്സ് ഡെസ്പാച്ച് എന്ന രേഖ. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ കാലത്തെ വിദ്യാഭ്യാസ നയങ്ങൾ അവലോകനം ചെയ്യുക മാത്രമല്ല ഭാവി വിദ്യാഭ്യാസ നയം രൂപീകരിക്കുക കൂടിയായിരുന്നു ഇതിൻ്റെ മുഖ്യ ലക്ഷ്യം. അപ്പോൾ നമ്മളെ മെക്കാളെ മിനിറ്റ്സ് ഒരു മിനിറ്റ്സായിട്ട് പുറത്തു വന്നെങ്കിലും ആ ഒരു ടൈമിൽ നിലനിന്നിരുന്ന വിദ്യാഭ്യാസ നയങ്ങളെ മൊത്തത്തിലൊന്ന് അവലോകനം ചെയ്ത് ഒരു പുതിയൊരു വിദ്യാഭ്യാസ നയം രൂപീകരിക്കുകയായിരുന്നു 1854 വുഡ്സ് ഡെസ്പാച്ചിൻ്റെ ലക്ഷ്യം. 1854 ജൂലൈ 19 ഇതിന് നേതൃത്വം നൽകിയിരുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൺട്രോൾ ബോർഡ് അധ്യക്ഷനായിരുന്നു ചാൾസ് വുഡ് ആയിരുന്നു. ഓക്കെ, ഇതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട നയരൂപീകരണം മുന്നോട്ട് വെച്ച ഈ റിപ്പോർട്ടിനെ ബ്രിട്ടീഷ് ഇന്ത്യ വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്നുകൂടെ വിളിക്കപ്പെടുന്നുണ്ട്. ഓക്കെ, പാശ്ചാത്യ ശാസ്ത്രങ്ങളുടെയും വിജ്ഞാനത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും മഹത്തായ പ്രയോജനങ്ങൾ ഇന്ത്യൻ ജനതയ്ക്ക് എത്തിച്ചു കൊടുക്കണം. ഇതുവഴി ഇന്ത്യൻ ജനതയുടെ കർമ്മശേഷിയും സാൻമാർഗിക ബോധവും വികസിക്കുന്നത് വഴി ഇന്ത്യയിൽ ലഭ്യമായ വിഭവങ്ങളുടെ വികാസത്തിന് സഹായിക്കും. അതുപോലെ തന്നെ യൂറോപ്യൻ വിജ്ഞാനം ഉൾക്കൊള്ളുന്ന കലകൾ, ശാസ്ത്രങ്ങൾ, ദർശനം, സാഹിത്യം എന്നിവയുടെ അഭ്യസനമാണ് വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹവും ഊന്നിക്കൊണ്ടിരുന്നത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൽ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റും അല്ലേ. സാധാരണക്കാർക്ക് പ്രാദേശിക ഭാഷയിൽ വിദ്യാഭ്യാസം നടത്താൻ അവസരമുണ്ട്. എന്നാൽ പ്രാദേശിക ഭാഷയിൽ വിദ്യാഭ്യാസം നടത്തുന്നവരും ഇംഗ്ലീഷ് ഭാഷ നിർബന്ധമായും പഠിച്ചിരിക്കണം. അപ്പോൾ ഇതിലും ഇംഗ്ലീഷ് ഭാഷയുടെ പ്രാധാന്യം നമുക്ക് കാണാം. ഈ രേഖ പൗരസ്ത്യ വിദ്യാഭ്യാസത്തെ തള്ളിപ്പറയുന്നില്ല, എന്നാൽ അത് അബദ്ധജടിലമാണെന്നും ആധുനിക വൈജ്ഞാനിക ധാരണകൾ വ്യക്തമാക്കാൻ കഴിയില്ലെന്നും പ്രതിപാദിക്കുന്നു. അപ്പോൾ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം, നമ്മുടെ ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ അല്ലെങ്കിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പൂർണ്ണമായിട്ടും തള്ളിക്കളയല്ല ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ആധുനിക വൈജ്ഞാനിക ധാരണകളെ വ്യക്തമാക്കാൻ നമുക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൂടിയേ തീരുമെന്ന് തന്നെയാണ് ചാൾസ് വുഡും പറയുന്നത്. ഓക്കെ, ഇനി ഈ രേഖയെ ആധാരമാക്കിയിട്ടുള്ള ചില പ്രവർത്തനങ്ങളും നിർദ്ദേശങ്ങളുമാണ് അടുത്തതായിട്ട് നോക്കാനുള്ളത്. ബംഗാൾ, മദ്രാസ്, ബോംബെ, പഞ്ചാബ്, വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യ എന്നിവിടങ്ങളിൽ ഓരോന്നിലും വിദ്യാഭ്യാസ വകുപ്പുകൾ തുടങ്ങി. ഓരോ സംസ്ഥാനത്തിലും ഈ വകുപ്പിൻ്റെ തലവനായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെയും അദ്ദേഹത്തെ സഹായിക്കാൻ പരിശോധന ഉദ്യോഗസ്ഥരെയും നിയമിച്ചു. കൽക്കത്ത, ബോംബെ, മദ്രാസ് എന്നീ സംസ്ഥാനങ്ങളിൽ സർവകലാശാലകൾ സ്ഥാപിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകി. രാജ്യത്തുടനീളം സ്കൂളുകളും കോളേജുകളും സ്ഥാപിക്കാനുള്ള നിർദ്ദേശവും വുഡ്സ് ഡെസ്പാച്ചിലുണ്ടായിരുന്നു. ഇംഗ്ലീഷിലോ ഇന്ത്യൻ ഭാഷകളിലോ അധ്യാപനം നടത്തുന്ന ഹൈസ്കൂളുകളും മിഡിൽ സ്കൂളുകളും പ്രാദേശിക ഭാഷകൾ അധ്യയന മാധ്യമമായുള്ള പ്രാഥമിക വിദ്യാലയങ്ങളും നാടൊട്ടുക്കും സ്ഥാപിക്കുകയായിരുന്നു ലക്ഷ്യം. ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക ബാധ്യത കുറയ്ക്കുന്നതിനായി സ്വകാര്യ ഏജൻസികൾക്ക്, അഥവാ നമുക്കറിയാം എയ്ഡഡ് സ്കൂളുകൾ ആരംഭിച്ചു. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ സഹായം പറ്റുന്ന സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പരിശോധനയ്ക്കായി ഉദ്യോഗസ്ഥന്മാരെ ഏർപ്പെടുത്തി. അതുപോലെ തന്നെ അധ്യാപക പരിശീലന കേന്ദ്രങ്ങൾ ഓരോ സംസ്ഥാനത്തും തുടങ്ങാൻ നിർദ്ദേശിച്ചു. സർക്കാർ ഉദ്യോഗങ്ങളിൽ ഇംഗ്ലീഷ് പ്രാവീണ്യമുള്ളവരെ നിയമിക്കാൻ നിർദ്ദേശിച്ചു. സ്ത്രീ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചു. ഇത്രയും കാര്യങ്ങളെല്ലാം ഈ വുഡ്സ് ഡെസ്പാച്ചിനെ ആധാരമാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങളും നിർദ്ദേശങ്ങളുമാണ്. അപ്പോൾ ഇനി നമ്മൾക്ക് ഒരുപാട് കമ്മീഷനുകളും നയങ്ങളും പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ഓരോ കമ്മീഷൻ കൊണ്ട് ലക്ഷ്യമാക്കുന്നത് നമ്മുടെ ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ നവീകരണമാണ്. പുതിയ മാറ്റങ്ങളും എല്ലാം ആഡ് ചെയ്തുകൊണ്ട് പുതിയ നയങ്ങളും കമ്മീഷനുകളും ഓരോ ടൈം ടു ടൈം ആയിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നു. ഓക്കെ, ഇനി ഹണ്ടർ കമ്മീഷൻ റിപ്പോർട്ട് 1882. 1882 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രാഷ്ട്രീയ അധികാരം അവസാനിപ്പിക്കുകയും ഭരണം ബ്രിട്ടീഷ് രാജാവ് നേരിട്ട് നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു. അപ്പോൾ 1882 വരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയായിരുന്നു ഇന്ത്യയിൽ ഭരണം നടത്തിക്കൊണ്ടിരുന്നത്. ഈ അധികാരം അവസാനിക്കുകയും ഭരണം ബ്രിട്ടീഷ് രാജാവ് നേരിട്ട് ഏറ്റെടുത്ത് നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ 1854 വുഡ്സ് ഡെസ്പാച്ച് പ്രകാരമല്ല ഇന്ത്യയിലെ വിദ്യാഭ്യാസം നടന്നുകൊണ്ടിരിക്കുന്നതെന്ന പരാതികളും ശക്തമായിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, അങ്ങനെ ഒരു വുഡ്സ് ഡെസ്പാച്ച് കമ്മീഷൻ ഉണ്ടായിരുന്നുവെങ്കിലും ആ ഒരു കമ്മീഷൻ്റെ നിർദ്ദേശങ്ങൾ പ്രകാരമായിരുന്നില്ല ഇന്ത്യയിലെ വിദ്യാഭ്യാസം നടന്നുകൊണ്ടിരുന്നത്. ആ ഒരു ടൈമിലാണ് ഹണ്ടർ കമ്മീഷൻ വരുന്നത്. ഇതെല്ലാം കണക്കിലെടുത്ത് വില്യം ഹണ്ടറുടെ നേതൃത്വത്തിൽ 21 അംഗങ്ങളടങ്ങിയ ഒരു കമ്മിറ്റിയെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കാൻ നിയമിച്ചു. ഈ ഒരു കമ്മീഷനാണെന്ത്? ഹണ്ടർ കമ്മീഷൻ. അപ്പോൾ നമുക്കറിയാം, കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്മീഷനും നയങ്ങളും തമ്മിലുള്ള മാറ്റം എന്താണെന്ന് വെച്ചാൽ, കമ്മീഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്മീഷൻ പുതിയ മാറ്റങ്ങളും നവീകരണങ്ങളൊക്കെ ശുപാർശ ചെയ്യുക മാത്രമാണ് കമ്മീഷൻ ചെയ്യുക. നയങ്ങളാണ് ഇത് നടപ്പിലാക്കുക. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പുതിയ നയങ്ങളിലൂടെയാണ് ഈ കമ്മീഷനിൻ്റെ ശുപാർശകളെല്ലാം ഗവൺമെൻറ് നടപ്പിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ
ഇനി ഈ കമ്മീഷൻ്റെ ഹണ്ടർ കമ്മീഷൻ്റെ പ്രധാന ശുപാർശകൾ എന്താണെന്ന് നോക്കാം. പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പാക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാണെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു. പിന്നെ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള ചവിട്ടുപടി ആയല്ല പ്രാഥമിക വിദ്യാഭ്യാസം കാണേണ്ടത്, മറിച്ച് പ്രാഥമിക വട്ടത്തിൽ അധ്യയന മാധ്യമം പ്രാദേശിക ഭാഷകൾ തന്നെയായിരിക്കണം. അപ്പോൾ എന്താണ്, ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള ചവിട്ടുപടി ആയിട്ടല്ല നമ്മൾ പ്രാഥമിക വിദ്യാഭ്യാസത്തെ കാണേണ്ടതെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു. പിന്നോക്ക സമുദായങ്ങളിലേക്കും ഗോത്രവർഗ്ഗങ്ങളിലേക്കും വിദ്യാഭ്യാസം വ്യാപിപ്പിക്കാൻ വേണ്ടത്ര ധനം നീക്കിവെക്കണം. പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ പാഠ്യപദ്ധതി ബ്രിട്ടീഷ് ഭരണ പ്രദേശത്ത് ഒന്ന് തന്നെയായിരിക്കണം. പിന്നീട് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പ്രത്യേക ഫണ്ട് ഏർപ്പെടുത്തണം. എന്തിനു വേണ്ടിയിട്ട്? പ്രാഥമിക വിദ്യാഭ്യാസം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, ഹണ്ടർ കമ്മീഷൻ പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് പ്രാഥമിക വിദ്യാഭ്യാസത്തിലാണ് അല്ലേ. എല്ലാ പ്രൈമറി അധ്യാപകരും അധ്യാപക പരിശീലനം സിദ്ധിച്ചവരായിരിക്കണം. അതുപോലെ തന്നെ സ്ത്രീ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പള്ളിക്കൂടങ്ങൾക്ക് വേണ്ടത്ര ധനസഹായം നൽകേണ്ടതാണ്. നമുക്കറിയാം ഗേൾസ് സ്കൂളുകളിലെ. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് ഈ ഹണ്ടർ കമ്മീഷനിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് പ്രൈമറി വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണല്ലേ. 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടെ തന്നെ ഇന്ത്യയിൽ ദേശീയ പ്രസ്ഥാനം ശക്തി ആർജിച്ചിരുന്നു. ഈ ഒരു സമയത്താണ് ഹർട്ടോഗ് കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത്. അപ്പോൾ നമുക്കറിയാം 1919 നിയമപ്രകാരമുള്ള ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി അന്വേഷിക്കാൻ, അപ്പോൾ ആ ഒരു സമയത്തെ ഇന്ത്യയിലെ പ്രശ്നങ്ങളെ പറ്റിയൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു കമ്മീഷനെ നിയമിച്ചിരുന്നു, സൈമൺ കമ്മീഷൻ. നമുക്കറിയാം ലാലാ ലജ്പത് റായ് ഇതിൽ മരണപ്പെടുകയൊക്കെ ചെയ്തു. പിന്നെ അത് ഫോളോ ചെയ്തിട്ടുണ്ടായ കുറേ പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. ഭഗത് സിംഗ് രാജ്ഗുരു ഒക്കെ കൂടിയിട്ട് അക്രമം നടത്തി, പാർലമെൻറ്റ് അക്രമം നടത്തി. ഇതൊക്കെ ഈ ഒരു സൈമൺ കമ്മീഷനായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് നമുക്കറിയാം. സൈമൺ കമ്മീഷൻ ഇന്ത്യൻ നേതാക്കളെ എതിർക്കാൻ കാരണം തന്നെ എന്താണ്, ഇന്ത്യയിലെ പ്രശ്നങ്ങളെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കമ്മീഷൻ വരുന്നതെങ്കിൽ അതിൽ ഇന്ത്യക്കാരെ കൂടി ഉൾപ്പെടുത്തണ്ടേ. പക്ഷേ അതിലെന്താണ്, സൈമൺ കമ്മീഷനിൽ ഉണ്ടായിരുന്ന ഏകദേശം 7 മെമ്പേഴ്സോളം ഉണ്ടായിരുന്നു. ഈ 7 മെമ്പേഴ്സും എന്തായിരുന്നു, ബ്രിട്ടീഷുകാർ തന്നെയായിരുന്നു. ഓക്കെ, അങ്ങനെ ആ ഒരു സമയത്ത് ഇന്ത്യൻ വിദ്യാഭ്യാസത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ അന്ന് ധാക്ക യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറായിരുന്ന സർ ഫിലിപ്പ് ഹർട്ടോഗ് ചെയർമാനായ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. ഇനി ഈ കമ്മിറ്റി മുന്നോട്ട് വെച്ച പ്രധാന ശുപാർശകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രായോഗിക ജീവിതത്തിന് വിദ്യാർത്ഥികളെ തയ്യാറാക്കുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകൾ അഥവാ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ തുടങ്ങേണ്ടതാണ്. പിന്നെ വിദ്യാഭ്യാസ രംഗത്തെ അപവ്യയം അഥവാ വേസ്റ്റേജ്, നമുക്കറിയാം വേസ്റ്റേജ് ആൻഡ് സ്റ്റാഗ്നേഷൻ, ഇതുമൂലം ഉണ്ടാകുന്ന നഷ്ടം, വിദ്യാഭ്യാസ കാര്യത്തിൽ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള അന്തരം എന്നിവ ദൂരീകരിച്ച് കാര്യക്ഷമത വർദ്ധിപ്പിക്കണം. അപ്പോൾ വേസ്റ്റേജ് ആൻഡ് സ്റ്റാഗ്നേഷൻ ഇന്ത്യയിൽ മെയിനായിട്ട് ഫേസ് ചെയ്തിരുന്നൊരു വിദ്യാഭ്യാസ പ്രശ്നമായിരുന്നു വേസ്റ്റേജ് ആൻഡ് സ്റ്റാഗ്നേഷൻ. അതായത് കൊഴിഞ്ഞുപോക്ക്, അതുപോലെ അനിയന്ത്രിതമായിട്ടുള്ള തോൽവി. അതായത് ഒന്ന് സ്കൂളുകളിലേക്ക് കുട്ടികൾ വരാത്തത്, ഇനി വന്ന കുട്ടികൾ തന്നെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം കിട്ടാത്തതുകൊണ്ട് തോറ്റു പോകാന്നുള്ള. നമുക്ക് ഇന്ന് നിലവിലുള്ള ഇന്ന് നമ്മുടെ ഇന്ത്യയിലുള്ള നിരവധി ആർട്ടിക്കിളുകൾ, നിയമങ്ങൾ, പിന്നെ കമ്മീഷനുകൾ, നയങ്ങൾ, ഇതിലൊക്കെ പണ്ട് കാലത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന പല കമ്മീഷനിൻ്റെയും നയങ്ങളുടെയും കോൺട്രിബ്യൂഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഇതിനൊക്കെ മോഡിഫൈ ചെയ്തിട്ടാണ് പുതിയ കമ്മീഷനുകളും നയങ്ങളും പുതിയ പദ്ധതികളും ആർട്ടിക്കിളുകളൊക്കെ നിലവിൽ വരിക. ഓക്കെ, പ്രാഥമിക വിദ്യാഭ്യാസം 4 വർഷമാക്കുക. ഇത്തരം കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മുടെ ഹർട്ടോഗ് കമ്മിറ്റിയിൽ ശുപാർശ ചെയ്തിട്ടുള്ളത്. പിന്നീട് വരുന്നതാണ് സാർജൻ റിപ്പോർട്ട്. ഓക്കെ, ഇന്ത്യയിലെ വിദ്യാഭ്യാസ നയങ്ങൾ എന്തായിരിക്കണം എന്നതിനെ പറ്റി ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ അന്നത്തെ വിദ്യാഭ്യാസ ഉപദേഷ്ടാവായിരുന്ന സർ ജോൺ സർജൻറ്റിനോട് ഗവൺമെൻറ് ആവശ്യപ്പെട്ടു. 1944 ഇദ്ദേഹം ഈ ഒരു സർജൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ഇനി ഇതിൻ്റെ ശുപാർശകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആളോഹരി 11 രൂപയെങ്കിലും വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇന്ത്യയിൽ ചെലവിടണം. ഇത് ബ്രിട്ടനിൽ 33 രൂപയാണ്. വിദ്യാഭ്യാസം എങ്ങനെയായിരിക്കണം, സൗജന്യവും നിർബന്ധിതവുമായിരിക്കണം അല്ലേ. 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി പ്രീ പ്രൈമറി വിദ്യാഭ്യാസ സൗകര്യം പ്രൈമറി വിദ്യാലയങ്ങളുടെ ഭാഗമായി ഏർപ്പെടുത്തണം. സെക്കൻഡറി ഘട്ടത്തിൽ ശരാശരി കഴിവിൽ മികച്ചു നിൽക്കുന്നവർക്ക് മാത്രം പ്രവേശനം നൽകണം. അപ്പോൾ സെക്കൻഡറി ലെവലിലേക്ക് എത്തുമ്പോൾ അവിടെ വരെ ഇതൊന്നും നോക്കരുത്, ഇവിടെ വരെ എല്ലാവർക്കും അതിനുള്ള സൗകര്യം ഏർപ്പെടുത്തണം. പിന്നീട് സെക്കൻഡറി തലത്തിലെത്തുമ്പോൾ ശരാശരി കഴിവിൽ മികച്ചു നിൽക്കുന്നവർക്ക് മാത്രം എന്ത് ചെയ്യണം, പ്രവേശനം നൽകണം. പിന്നെന്താണ്, അധ്യയന മാധ്യമം മാതൃഭാഷയായിരിക്കണം. പാവപ്പെട്ടവർക്ക് സ്കോളർഷിപ്പ്, അധ്യാപന പരിശീലനം. നമുക്കറിയാം അധ്യാപക പരിശീലനം അതുപോലെ സ്ത്രീ വിദ്യാഭ്യാസമൊക്കെ നമുക്ക് എല്ലാ കമ്മീഷനിലും എല്ലാ നയങ്ങളിലും കാണാൻ പറ്റും. കാരണം അധ്യാപക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ നവീകരണത്തിൻ്റെ ഒരു നാഴികക്കല്ലായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന അധ്യാപക വിദ്യാഭ്യാസത്തിനുള്ള ഉന്നമനങ്ങളാണ്. പ്രൈമറി മിഡിൽ കാലഘട്ടത്തിലുള്ള വിദ്യാഭ്യാസത്തിൽ ഗാന്ധിജിയുടെ അടിസ്ഥാന വിദ്യാഭ്യാസ ആശയങ്ങൾ, അപ്പോൾ നമുക്കറിയാം ഗാന്ധിജിയുടെ ആശയങ്ങളായിട്ടുള്ള ബ്ലാക്ക് ബോർഡ് പ്രോഗ്രാം, അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി, ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം പുതിയ വിദ്യാഭ്യാസ ആശയങ്ങൾ നടപ്പിലാക്കേണ്ടതെന്നൊക്കെ ഈ ഒരു കമ്മീഷനിൽ പറഞ്ഞു. ഇത്രയാണ് നമുക്ക് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കമ്മീഷനുകൾ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഓടിച്ചു പോകാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞത് മെക്കാളെ മിൽസിനെ കുറിച്ചായിരുന്നു. 1835 അതിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനായിരുന്നു ഊന്നൽ നൽകിയിരുന്നത്. ഇത് ആർക്കാണ് സബ്മിറ്റ് ചെയ്തത്? 1835 ഫെബ്രുവരി വില്യം ബെന്നിക് പ്രഭുവിന് സബ്മിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. പിന്നെ
നമ്മൾ പറഞ്ഞു ആ സമയത്തുണ്ടായിരുന്ന പ്രശ്നം നമ്മൾ പറഞ്ഞു. കുറച്ച് ആൾക്കാർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ സപ്പോർട്ട് ചെയ്തു, കുറച്ച് ആൾക്കാർ ഇന്ത്യൻ വിദ്യാഭ്യാസത്തിനെ സപ്പോർട്ട് ചെയ്തു. ആ ഒരു സമയത്താണ് ഈ ഒരു മെക്കാളെ മിൽസ് പുറത്തിറങ്ങുന്നത്. പിന്നെ അദ്ദേഹം നമ്മുടെ ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ പറ്റി പറഞ്ഞ കാര്യം നമ്മൾ പറഞ്ഞു. ഇന്ത്യയിലെയും അറബിയിലെയും സകല സാഹിത്യത്തെക്കാളും വിലമതിക്കപ്പെട്ടതാണ് ഒരു അലമാരയിൽ ഒതുങ്ങുന്ന യൂറോപ്യൻ സാഹിത്യം എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പിന്നെ നമ്മൾ പറഞ്ഞു 1854 വുഡ്സ് ഡെസ്പാച്ച് കഴിഞ്ഞ കാലത്തുണ്ടായിരുന്ന വിദ്യാഭ്യാസ നയങ്ങളെ ഒന്ന് അവലോകനം ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഒരു പുതിയ വിദ്യാഭ്യാസ നയം രൂപീകരിക്കുകയായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. ഇത് 1854 സബ്മിറ്റ് ചെയ്തത് ചാൾസ് വുഡ്സ് നമ്മൾ പറഞ്ഞു. പിന്നെ അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞത് ഹണ്ടർ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ചാണ്. 1882 ഇതിലെ മെയിൻ ഫോക്കസ് കൊടുത്തിരുന്നത് പ്രാഥമിക വിദ്യാഭ്യാസത്തിനായിരുന്നു. പിന്നെ അടുത്തത് ഹട്ടോ കമ്മിറ്റി നമ്മൾ പറഞ്ഞു, ആ ഒരു പ്ലോട്ട് നമ്മൾ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ പ്രധാന ശുപാർശകൾ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, സ്റ്റാഗ്നേഷൻ, വേസ്റ്റേജൊക്കെ തടയാനുള്ളത് മാർഗ്ഗങ്ങൾ സ്വീകരിക്കണം, സ്ത്രീ വിദ്യാഭ്യാസത്തിനും അതുപോലെ അധ്യാപക വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ സർജൻ റിപ്പോർട്ടാണെങ്കിൽ സർജൻ റിപ്പോർട്ടിൻ്റെ പ്രധാന ശുപാർശകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ കമ്മീഷനുകളെ കുറിച്ചാണ്. ഓക്കെ, സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൻ്റെ വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുന്നതിന് അടിസ്ഥാനമായത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന തന്നെയാണ്. ഒരു സോഷ്യലിസ്റ്റ് ജനാധിപത്യ മതേതര രാഷ്ട്രത്തിലെ പൗരന്മാരുടെ നാനാവിധത്തിലുള്ള ജനാധിപത്യ ആവശ്യങ്ങൾ സംരക്ഷിക്കുകയും അതുവഴി കെട്ടുറപ്പുള്ള ഒരു രാഷ്ട്രത്തെ പടുത്തുയർത്താനുള്ള വ്യവസ്ഥകൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന അതിപ്രധാന രേഖയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന. നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലേ. ആദ്യമായി സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങളുടെ പ്രത്യേക വിദ്യാഭ്യാസ അവകാശങ്ങളായിട്ടുള്ള 29 ക്ലോസ് 1, 29 ക്ലോസ് 2, പിന്നെ അതുപോലെ തന്നെ ഭരണഘടനയുടെ 30-ാം വകുപ്പിൽ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താനുള്ള അവകാശങ്ങളെ പറ്റി പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട കുട്ടികൾക്ക് പ്രൈമറി തലത്തിൽ അവരുടെ മാതൃഭാഷയിൽ വിദ്യാഭ്യാസം നൽകാനുള്ള ഉത്തരവാദിത്തം സംസ്ഥാനങ്ങൾക്കുണ്ട്. ഇതൊക്കെ 357 പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മതപരമായ വിദ്യാഭ്യാസം 28-ാം വകുപ്പിലാണ് മതപരമായ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. മതസ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതിന് കൂടെ തന്നെ ഊന്നി പറയുന്ന ഒന്നാണെന്ത്, സർക്കാർ വിദ്യാലയങ്ങളിൽ യാതൊരുവിധ മതബോധനവും പാടില്ല. ഓക്കെ, അപ്പോൾ മതവുമായിട്ട് ബന്ധപ്പെട്ട മതസ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ മതപര വിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനങ്ങളിൽ മതവിദ്യാഭ്യാസം നൽകാം. അതിന് കൂടെ തന്നെ ചേർത്ത് പറയുന്നുണ്ടെന്ത്, സർക്കാർ വിദ്യാലയങ്ങളിൽ യാതൊരുവിധ മതബോധനവും പാടില്ല. ഓക്കെ, ദെൻ ദുർബല വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസം അഥവാ SC/ST വിഭാഗങ്ങൾ അഥവാ SC/ST വിഭാഗങ്ങൾ 46-ാം വകുപ്പും 17-ാം വകുപ്പും 372-ാം വകുപ്പൊക്കെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ വിദ്യാഭ്യാസ കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന ഉത്തരവാദിത്തം, അതായത് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരുപോലെയാണ് ഈ വിദ്യാഭ്യാസ കാര്യത്തിൽ റോളുള്ളത്. അഥവാ സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് നമുക്കറിയാം. അപ്പോൾ സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ത് സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ് എന്നാൽ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം എന്നത് കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും കൂട്ടുത്തരവാദിത്തമുള്ള വിഷയമായിട്ട് അംഗീകരിച്ചു. ഓക്കെ, പിന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലോ വിദ്യാഭ്യാസം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പ്രധാന വ്യവസ്ഥകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്തതായിട്ട് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നിലനിന്നിരുന്ന അല്ലെങ്കിൽ ഉരുത്തിരിഞ്ഞു വന്ന പ്രധാന വിദ്യാഭ്യാസ കമ്മീഷനുകൾ ഏതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് സിലബസിൽ ഇല്ലാത്തൊരു കാര്യമുണ്ട്, അതായത് നമുക്കിത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ബാക്കിയിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ആദ്യത്തെ കമ്മീഷനാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ. സർവേപ്പള്ളി രാധാകൃഷ്ണൻ്റെ നേതൃത്വത്തിലുള്ള യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ 1948 അത് നിലവിൽ വന്നത്. അപ്പോൾ ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനിലായിരുന്നു. അതായത് നമുക്കറിയാം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യക്കാർക്ക് വിദ്യാഭ്യാസം ഇല്ല എന്നുള്ളത് തന്നെയായിരുന്നു. അതായത് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഇന്ത്യയിലില്ലായിരുന്നു. ആ ഒരു ടൈമിലാണ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ വരികയും യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷന് മുൻതൂക്കം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ആ ഒരു സമയത്ത് ഗവൺമെൻറ്റിന് മനസ്സിലായത് നമ്മൾ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ അല്ല മുൻതൂക്കം കൊടുക്കേണ്ടത്. കാരണം യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ കുട്ടികൾ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം, സെക്കൻഡറി എഡ്യൂക്കേഷൻ മുതലേ എന്ത് ചെയ്യണം, കുട്ടികളെ അതിന് മോൾഡ് ചെയ്ത് കൊണ്ടുവരണമെന്ന് മനസ്സിലായി. അപ്പോൾ ഗവൺമെൻറ്റിന് മനസ്സിലായത് നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടത് സെക്കൻഡറി വിദ്യാഭ്യാസത്തിലാണെന്ന് മനസ്സിലായി. അങ്ങനെ എന്ത് ചെയ്തു, നിലവിലുള്ള സെക്കൻഡറി വിദ്യാഭ്യാസത്തെ പരിശോധിച്ച് അതിനെ മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായ ശുപാർശകൾ സമർപ്പിക്കാൻ മദ്രാസ് സർവകലാശാലയുടെ VC ആയിരുന്ന ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാരുടെ അധ്യക്ഷതയിൽ ഒരു കമ്മീഷനെ 1952 ഇന്ത്യ ഗവൺമെൻറ് നിയമിച്ചു. ചെയർമാൻ ഉൾപ്പെടെ 9 അംഗ കമ്മീഷൻ 1 വർഷം കൊണ്ട് പ്രവർത്തനം പൂർത്തിയാക്കി 1953 ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രധാന ശുപാർശകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം.
ഒരു ജനാധിപത്യ സമൂഹത്തിലെ പൗരനാവശ്യമായ ശീലങ്ങൾ, സമീപനങ്ങൾ, സ്വഭാവ ഗുണങ്ങൾ എന്നിവ സെക്കൻഡറി വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി വളർന്നു വരണം. പിന്നീടോ 5+3+4+3 എന്ന ക്രമത്തിൽ വിദ്യാഭ്യാസ ഘട്ടങ്ങളെ നിശ്ചയിച്ചു. ഇൻ്റർമീഡിയറ്റ് നിർത്തലാക്കി. ഹയർ സെക്കൻഡറി കോഴ്സ് പൂർത്തിയാക്കിയവരും 1 വർഷത്തെ യൂണിവേഴ്സിറ്റി കോഴ്സ് പൂർത്തിയാക്കിയവരും മെഡിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് പ്രവേശനം ലഭിക്കാൻ അർഹരായിരിക്കും. പബ്ലിക് സ്കൂളുകൾ തുടങ്ങണം. റെസിഡൻഷ്യൽ സ്കൂളുകൾ സ്ഥാപിക്കണം. സെക്കൻഡറി വിദ്യാഭ്യാസം പുനഃസംവിധാനം ചെയ്യുന്നതിന് കേന്ദ്രങ്ങൾ ധനസഹായം നൽകണം. പിന്നെ 200 പ്രവൃത്തി ദിവസം ഉറപ്പാക്കണം. 2 മാസത്തെ മധ്യവേനൽ അവധിക്കും പുറമെ 15 ദിവസം നീണ്ടു നിൽക്കുന്ന 2 ഒഴിവുകാലം കൂടി ഉണ്ടായിരിക്കണം. മിഡിൽ സ്കൂളിൽ 2 ഭാഷ. പിന്നെ അതുപോലെ തന്നെ സെക്കൻഡറി ഘട്ടത്തിൽ അധ്യയന മാധ്യമം മാതൃഭാഷ അല്ലെങ്കിൽ പ്രാദേശിക ഭാഷയായിരിക്കണം. അതോടൊപ്പം ഭാഷാ ന്യൂനപക്ഷത്തിന് കേന്ദ്ര വിദ്യാഭ്യാസ ഉപദേശക ബോർഡ് നിർദ്ദേശിച്ച വിധത്തിലുള്ള സൗകര്യവും വേണം. അതുപോലെ തന്നെ അധ്യയന രീതിയിൽ മാറ്റം വരുത്തണം. അറിവുകൾ കൊടുക്കുക എന്ന ലക്ഷ്യം മാത്രം പോരാ, അഭിരുചിയും മൂല്യവും വളർത്തണം. അപ്പോൾ വിദ്യാഭ്യാസം എന്നുള്ളത് ജസ്റ്റ് അറിവുകൾ അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യം കൊടുക്കുക എന്നുള്ളതിലുപരി നമ്മൾ കൂടുതൽ കുട്ടികളിൽ ഒരുപാട് മൂല്യങ്ങളും വാല്യൂസൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കണം വിദ്യാഭ്യാസം എന്നുള്ളത് പറഞ്ഞു. വിദ്യാലയങ്ങളിൽ മതപഠനം തികച്ചും വോളണ്ടറി അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണം എന്ന് പറഞ്ഞു. പിന്നെ അത് സ്കൂൾ പഠന സമയത്തിന് ശേഷമായിരിക്കണം. ഇത് രക്ഷിതാക്കളുടെയും മാനേജ്മെൻറ്റിൻ്റെയും സമ്മതത്തോടെയും ആയിരിക്കണം. പാഠപുസ്തകത്തിൻ്റെ നിലവാരം ഉയർത്താൻ വേണ്ടിയിട്ട് ഒരു ടെക്സ്റ്റ് ബുക്ക് കമ്മിറ്റി ഉണ്ടായിരിക്കണം. പരീക്ഷാ രീതിയിൽ മാറ്റം വരണം. പിന്നെ ഇതുപോലെ ഒരുപാട് മാറ്റങ്ങൾ വന്നിരുന്നു. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. നമ്മൾ ഓരോ പോയിന്റും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ നിന്നാൽ നമ്മളെ ക്ലാസ് ഒരുപാട് നീണ്ടുപോകും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു കമ്മീഷൻ്റെ പേര് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അതിനെക്കുറിച്ച് എഴുതാൻ പറ്റണം അല്ലെങ്കിൽ പറയാൻ പറ്റണം. ഇന്ന് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യൻ വിദ്യാഭ്യാസ കമ്മീഷനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനെ പറ്റി പറഞ്ഞു, പിന്നെ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷനെ പറ്റി പറഞ്ഞു. അപ്പോൾ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ ഫോക്കസ് ചെയ്തിരുന്നത് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ആയിരുന്നു. പിന്നെ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ ഫോക്കസ് ചെയ്തിരുന്നത് സെക്കൻഡറി എഡ്യൂക്കേഷൻ ആയിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായത് വിദ്യാഭ്യാസ കമ്മീഷൻ എയിം ചെയ്യുന്നത് അല്ലെങ്കിൽ ലക്ഷ്യം വെക്കുന്നത് പ്രധാനമായും ശിശു വിദ്യാഭ്യാസം മുതൽ ബിരുദാനന്തര ഗവേഷണം വരെയുള്ള വിദ്യാഭ്യാസത്തെ അതിൻ്റെ സമഗ്രതയിൽ കണ്ടുകൊണ്ട് പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവിടെ വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിക്കുന്നത്. 1964 ഈ ഒരു കമ്മീഷനെ നിയമിക്കുന്നത്. അന്നത്തെ UGC ചെയർമാനായിട്ടുള്ള ഡോക്ടർ ദൗലത് സിംഗ് കോത്താരി ആയിരുന്നു ഈ കമ്മീഷൻ്റെ ചെയർമാൻ. 17 അംഗങ്ങളാണ് ഈ കമ്മീഷനിൽ ഉണ്ടായിരുന്നത്. 1966 ജൂൺ 29 അവർ ഈ റിപ്പോർട്ട് സമർപ്പിച്ചു. വിദ്യാഭ്യാസവും ദേശീയ വികസനവും എന്നതായിരുന്നു ഈ റിപ്പോർട്ടിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന NEP 2020 വരെ ഇതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇന്ത്യൻ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ഒരു സമഗ്രമായിട്ടുള്ള ഒരു രേഖയാണ് ഇത് ഇന്ത്യൻ വിദ്യാഭ്യാസ കമ്മീഷൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു കമ്മീഷൻ ഈ ഒരു റിപ്പോർട്ടിന് 3 ഭാഗങ്ങളായിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് കമ്മീഷൻ്റെ നിർദ്ദേശങ്ങളാണ് നമുക്ക് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ കമ്മീഷൻ്റെ നിർദ്ദേശങ്ങൾ ബൃഹത്തായിട്ടുള്ള 3 പദ്ധതികളാണ് ഈ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഒന്നാമത്തേത് വിദ്യാഭ്യാസത്തിൻ്റെ ആന്തരിക പുനഃസംഘടന, വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക, വിദ്യാഭ്യാസ സൗകര്യങ്ങളുടെ വികസനം. ഇത്രയും 3 കാര്യങ്ങളാണ് ഈ ഒരു കമ്മീഷൻ മെയിനായിട്ട് ചർച്ച ചെയ്യുന്നത്. ഇനി ദേശീയ വിദ്യാഭ്യാസ നയം 1968. നിർബന്ധിത സൗജന്യ വിദ്യാഭ്യാസം ഉടനെ നടപ്പിലാക്കുക എന്നതും ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ അതിപ്രധാനമായൊരു വശമായി അംഗീകരിച്ചിരിക്കുന്നു. സ്കൂളിൽ ചേരുന്ന ഓരോ വിദ്യാർത്ഥിയും കോഴ്സ് പൂർത്തിയാക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ പറ്റിയ പരിപാടികൾ ആവിഷ്കരിക്കേണ്ടതെന്ന് വ്യവസ്ഥ ചെയ്യുന്നു. അപ്പോൾ സ്കൂളുകൾക്ക് കുട്ടികളെ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമല്ല, കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആ പഠനം എഫക്റ്റീവായിട്ട് നടക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേക പരിപാടികൾ കൊണ്ടുവരാൻ എന്ത് പറഞ്ഞു, ദേശീയ വിദ്യാഭ്യാസ നയം പറഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞത് ഈ നയങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്യണതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ വിദ്യാഭ്യാസ കമ്മീഷൻ ഉണ്ടല്ലോ, ഡോക്ടർ ദൗലത് സിംഗ് കോത്താരിൻ്റെ നേതൃത്വത്തിലുള്ള വിദ്യാഭ്യാസ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനാണ് ദേശീയ വിദ്യാഭ്യാസ നയം 1968 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മുന്നോട്ട് വെച്ച പ്രധാന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. പ്രാഥമിക ഘട്ടത്തിൽ ഫീസ് സമ്പ്രദായം ഒഴിവാക്കുക. പിന്നെ പാഠപുസ്തകങ്ങൾ, പഠനോപകരണങ്ങളൊക്കെ സൗജന്യമായിട്ട് നൽകുക. പഠനത്തിൽ താല്പര്യവും ശേഷിയുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക. പിന്നെ SC ST വികലാംഗർ എന്നിവയുടെ വിദ്യാഭ്യാസത്തിന് പ്രത്യേക പ്രോത്സാഹനം നൽകുക. പിന്നെ ഗ്രാമപ്രദേശങ്ങളിലും മറ്റു പിന്നോക്ക മേഖലകളിലും സ്കൂൾ സ്ഥാപിക്കുക. പൊതുവിദ്യാലയങ്ങൾ തുടങ്ങുക. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുക. ശാരീരികവും മാനസികവുമായ വൈകല്യമുള്ള വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിന് സൗകര്യമൊരുക്കുക. ഇതൊക്കെ എന്താണ് ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ പ്രധാനമായിട്ടും പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ കമ്മീഷൻ ഉണ്ടല്ലോ, നമ്മുടെ ഡോക്ടർ ദൗലത് സിംഗ് കോത്താരിൻ്റെ അദ്ദേഹത്തിൻ്റെ കമ്മീഷൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷനാണ് ഈ ദേശീയ വിദ്യാഭ്യാസ നയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നീട് നമുക്ക് നോക്കാനുള്ളത് ദേശീയ വിദ്യാഭ്യാസ നയം അഥവാ NPE 1986 ആണ്. ഓക്കെ, അപ്പോൾ 1968 ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി അവതരിപ്പിക്കപ്പെട്ട പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് സൂക്ഷ്മവും വിശദവുമായ തന്ത്രങ്ങളും സ്പഷ്ടമായ ചുമതലകളും സാമ്പത്തിക ക്രമീകരണങ്ങളും അനിവാര്യമായിരുന്നു. എന്നാൽ ഇത് ഫലപ്രദമായിട്ട് നിർവഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല. തൽഫലമായി ഗുണപരത,
ഗണപരത, ലഭ്യത, ഉപയോഗം എന്നീ മേഖലകളിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ കുന്നുകൂടുകയും ഇത് അടിയന്തര പ്രാധാന്യം നൽകി പരിഗണിക്കേണ്ട ഒരു കാര്യമായി മാറുകയും ചെയ്തു. അപ്പോൾ 1968 ഒരു ദേശീയ വിദ്യാഭ്യാസ നയം വന്നിരുന്നെങ്കിലും അതിൻ്റെ ഒരു ഫലപ്രദമായ നിർവഹണമാണ് 1986 ദേശീയ വിദ്യാഭ്യാസ നയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, 1985 ചലഞ്ചസ് ഓഫ് എഡ്യൂക്കേഷൻ എ പോളിസി പെർസ്പെക്റ്റീവ് എന്ന രേഖ കേന്ദ്ര ഗവൺമെൻറ് പ്രസിദ്ധീകരിച്ചു. 1986 ഇന്ത്യൻ പാർലമെൻറ്റ് അംഗീകരിച്ച ദേശീയ വിദ്യാഭ്യാസ നയം ഇന്ത്യയുടെ തുടർന്നുള്ള വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതിയെ സഗൗരവം സ്വാധീനിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ ആമുഖത്തിൽ പറയുന്നത് വിദ്യാഭ്യാസ വ്യാപനത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചും സമകാലിക വെല്ലുവിളികളെ അതിജീവിക്കേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ചൊക്കെ ഇതിൽ പറയുന്നുണ്ട്. പിന്നീട് രാജ്യം നേടിയ ഗുണഫലങ്ങൾ എല്ലാവർക്കും ലഭിക്കാൻ വിദ്യാഭ്യാസം എല്ലാവർക്കും ഉറപ്പാക്കേണ്ടതുണ്ട്. പിന്നീട് 1968 നയത്തിൻ്റെ മികവും പരിമിതികളും കണ്ടെത്തി നാൽക്കവലയിൽ എത്തി നിൽക്കുന്ന ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന് വികസനത്തിൻ്റെ പുത്തൻ മാതൃകയിലൂടെ മുന്നേറുന്നതിനുള്ള പദ്ധതികൾ അനിവാര്യമാക്കി. പിന്നീട് എല്ലാവരുടെയും വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനും അതുവഴി ഓരോ വ്യക്തിയുടെയും സർവ്വതോന്മുഖമായ വളർച്ച സാക്ഷാത്കരിക്കുന്നതിനും ഇത് ലക്ഷ്യം വെക്കുന്നു. ഓക്കെ, പിന്നീട് 10+2+3 എന്ന വിദ്യാഭ്യാസ ഘടന ഏറെക്കുറെ എല്ലാവരും അംഗീകരിച്ചു. ആദ്യത്തെ 10 വർഷത്തെ 5+3+2 എന്ന് തരംതിരിക്കാനും ഇവിടെ ഉദ്ദേശിച്ചു. കോർ എലമെൻറ്റ്സ് ഓഫ് കരിക്കുലം, ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മുടെ പാഠ്യപദ്ധതിയിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം, ജനാധിപത്യവും മതേതരത്വവും, സമത്വവാദം, പരിസ്ഥിതി സംരക്ഷണം, ചെറിയ കുടുംബം എന്ന സങ്കല്പം, ഭരണഘടനാ തത്വങ്ങൾ, ഇന്ത്യയുടെ പാരമ്പര്യവും സംസ്കാരവും, ലിംഗസമത്വം, സാമൂഹിക അസമത്വ നിർമ്മാർജ്ജനം, ശാസ്ത്രീയ മനോഭാവം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് നിർദ്ദേശിച്ചു. UGC, AICTE, ഐക്കർ, NCERT, IMA, NIEPA തുടങ്ങി നിരവധി ദേശീയ സ്ഥാപനങ്ങളെ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നതിനായി പങ്കെടുപ്പിച്ചു. ഇനി അതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സമത്വത്തിന് വേണ്ടിയുള്ള വിദ്യാഭ്യാസം, സ്ത്രീ സമത്വത്തിന് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസം, പട്ടികവർഗക്കാരുടെ വിദ്യാഭ്യാസം, പട്ടികവർഗ വിഭാഗക്കാരുടെ വിദ്യാഭ്യാസം, ഇതൊക്കെയായിരുന്നു മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത്. ഇനി വിവിധ ഘട്ടങ്ങളിലെ വിദ്യാഭ്യാസത്തെക്കുറിച്ചും പല കാര്യങ്ങൾ പറയുന്നുണ്ട്. എലിമെൻ്ററി എഡ്യൂക്കേഷൻ ശിശു കേന്ദ്രീകൃത സമീപനമായിരിക്കണം. അതുപോലെ തന്നെ വിദ്യാലയത്തിലെ സൗകര്യങ്ങളെ മെച്ചപ്പെടുത്തണം. സെക്കൻഡറി വിദ്യാഭ്യാസമാണെങ്കിൽ സയൻസ്, സാമൂഹ്യശാസ്ത്രം, മാനവിക വിഷയങ്ങൾ എന്നിവയിൽ അനുഭവം ഒരുക്കാം. പിന്നെ അതുപോലെ തന്നെ പ്രതിഭകളായ കുട്ടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ അവസരം ഒരുക്കണം. നിർധനരായ കുട്ടികൾക്കും അവസരം ലഭിക്കണം. ഇതിൻ്റെ ഭാഗമായി ഉന്നത നിലവാരമുള്ള മികവിൻ്റെ കേന്ദ്രമായ വിദ്യാലയങ്ങൾ സ്ഥാപിക്കും. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇതിലുള്ളത്. പിന്നീട് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, ഉപരിപഠനം, ഗവേഷണ പഠനം, വിദ്യാഭ്യാസത്തിൻ്റെ ഉള്ളടക്കം, പ്രക്രിയ എന്നിവയിൽ നമ്മുടെ സാംസ്കാരിക തനിമ നിലനിർത്താൻ ശ്രമിക്കണമെന്നും കുട്ടികളുടെ സൗന്ദര്യ ദർശന അവബോധം, യോജിപ്പ്, ശുദ്ധീകരണം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുകയും വേണമെന്നെല്ലാം ഇതിൽ പറഞ്ഞു. പിന്നീട് മൂല്യനിർണ്ണയ പ്രക്രിയയിലും പരീക്ഷണങ്ങളിലും മാറ്റങ്ങൾ നിർദ്ദേശിച്ചു. പിന്നീട് അധ്യാപകൻ്റെ തെരഞ്ഞെടുപ്പ്, അധ്യാപക സംഘടനകളുടെ പങ്ക്, അധ്യാപക വിദ്യാഭ്യാസം, ഒരു തുടർ പ്രക്രിയ, നൂതന സംരംഭങ്ങൾ, ഡയറ്റുകൾ തുടങ്ങിയ കാര്യങ്ങൾ ദേശീയ വിദ്യാഭ്യാസത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. പിന്നീട് പ്രോഗ്രാം ഓഫ് ആക്ഷൻ, നമ്മൾ പറഞ്ഞു 1986 ദേശീയ വിദ്യാഭ്യാസ നയം വിലയിരുത്തുന്നതിനായിട്ടാണ് ഈ പ്രോഗ്രാം ഓഫ് ആക്ഷൻ 1992 വരുന്നത്. ഓക്കെ, 1990 നവംബർ 7 ആചാര്യ രാമമൂർത്തി അധ്യക്ഷനും മറ്റ് 16 അംഗങ്ങളും അടങ്ങുന്ന ഒരു കമ്മിറ്റിയെ കേന്ദ്ര ഗവൺമെൻറ് രൂപീകരിച്ചു. അതിൻ്റെ പരിഗണനാ വിഷയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ നടപ്പിലാക്കലാണ്. അതുപോലെ തന്നെ അതിൽ വരുത്തേണ്ട മാറ്റങ്ങൾ നിർദ്ദേശിക്കുക. അതുപോലെ പരിഷ്കരിച്ച നയം നിശ്ചിത സമയത്തിനകം നടപ്പാക്കുന്നതിനുള്ള പ്രവർത്തന പദ്ധതി ശുപാർശ ചെയ്യുക. ഇത്രയും കാര്യങ്ങളായിരുന്നു പ്രോഗ്രാം ഓഫ് ആക്ഷൻ്റെ പരിഗണനാ വിഷയങ്ങൾ. ഇനി ഇതിൻ്റെ പ്രധാന ശുപാർശകൾ: പെൺകുട്ടികളുടെ സാർവത്രിക വിദ്യാലയ പ്രവേശനം, വിദ്യാഭ്യാസ കോംപ്ലക്സ് തലത്തിൽ വേണം ആസൂത്രണം നടത്തേണ്ടത്. അതുപോലെ ഗണിതം, ശാസ്ത്രം എന്നിവ ഉയർന്ന പ്രാധാന്യത്തോടെ പെൺകുട്ടികളെ പഠിപ്പിക്കണം. ആൺ പെൺ വ്യത്യാസമില്ലാതെ പാഠ്യപദ്ധതി നടപ്പാക്കണം. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ലിംഗസമത്വം അല്ലെങ്കിൽ ആൺ പെൺ വിവേചനമില്ലാതെ എല്ലാവർക്കും ഒരുപോലെ വിദ്യാഭ്യാസം നൽകണം എന്നുള്ളതാണ് പ്രോഗ്രാം ഓഫ് ആക്ഷൻ്റെ മെയിൻ ശുപാർശ എന്ന് പറഞ്ഞത്. പിന്നെ അധ്യാപന പരിശീലനം, സേവനകാല പരിശീലനം, ഇതൊക്കെ നമുക്ക് ഏകദേശം എല്ലാ വിദ്യാഭ്യാസ നയങ്ങളിലും വിദ്യാഭ്യാസ കമ്മീഷനുകളുടെയും ശുപാർശകളിൽ കാണാൻ പറ്റും അല്ലേ. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ടാണ്. യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ട് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ അഥവാ ഭാരമാകാത്ത പഠനം, പഠനഭാരത്തെ കുറച്ചുകൊണ്ട് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നത് എങ്ങനെയാണെന്ന് നിർദ്ദേശിക്കാനാണ് പ്രൊഫസർ യശ്പാലിൻ്റെ നേതൃത്വത്തിലുള്ള ദേശീയ ഉപദേശക സമിതിയെ 1992 മാർച്ച് 1 കേന്ദ്ര മാനവശേഷി വികസന വകുപ്പ് നിയോഗിക്കുന്നത്. ഓക്കെ, ഭാരമാകാത്ത പഠനം, ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ എന്നറിയപ്പെടുന്ന റിപ്പോർട്ടാണ് യശ്പാൽ കമ്മിറ്റി സമർപ്പിച്ചത്. ഇതിൻ്റെ പ്രധാന നിർദ്ദേശങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കി നോക്കാം. പ്രൈമറി ക്ലാസ്സുകളിൽ പഠനമാധ്യമം മാതൃഭാഷയായിരിക്കണം.
കുട്ടികളുടെ സംഘപ്രവർത്തനങ്ങളും സംഘ നേട്ടങ്ങളെയും പ്രോത്സാഹിപ്പിക്കുക. പാഠപുസ്തക രചന വികേന്ദ്രീകരിക്കണം. അതിൽ അധ്യാപകരുടെ പങ്കാളിത്തം ഉറപ്പാക്കണം. എഴുത്തും വായനയും പഠിപ്പിക്കുന്നതും പരീക്ഷകൾ നടത്തുന്നതും നിരോധിക്കണം. ശിശു വിദ്യാഭ്യാസത്തിൽ ഭാരമേറിയ പുസ്തകങ്ങൾ പേറിപ്പോകുന്നത് ഇല്ലാതാക്കാൻ, അവ കുട്ടികൾ വ്യക്തിഗതമായുമാവുന്നത് ഇല്ലാതാക്കണം. പുസ്തകങ്ങൾ സ്കൂളുകളിൽ തന്നെ സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. പ്രൈമറി ക്ലാസ്സുകളിൽ ഗൃഹപാഠം നൽകേണ്ടതില്ല. അപ്പർ പ്രൈമറി ക്ലാസ്സുകളിൽ ഗൃഹപാഠം നിർബന്ധമെങ്കിൽ അവ പാഠപുസ്തകവുമായി ബന്ധപ്പെട്ടതാകരുത്. ഓക്കെ. അധ്യാപക വിദ്യാർത്ഥി അനുപാതം 1:40 നിന്നും 1:30 ആവണം. അതായത് ഒരു അധ്യാപകന് 30 കുട്ടികൾ. പഠനത്തിൽ ഇലക്ട്രോണിക് മാധ്യമത്തിൻ്റെ സാധ്യത ഉപയോഗപ്പെടുത്തണം. അധ്യാപക പരിശീലനങ്ങൾ കാര്യക്ഷമമാക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത്. ഇനി നമ്മൾ ഇതുവരെ പറഞ്ഞതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളെ ഫിലോസഫി എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഫസ്റ്റ് സെം എക്സാമിൻ്റെ ബേസിസിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട് അഥവാ NCF 2005. 2004 ജൂലൈ മാസത്തിൽ NCERTയുടെ നിർവഹണ സമിതി യോഗം ചേരുകയും ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട് പരിഷ്കരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ 1993 ഭാരമാകതെയുള്ള പഠനം അഥവാ നമുക്കറിയാം നമ്മുടെ ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ എന്ന റിപ്പോർട്ടിൻ്റെ സത്ത ഉൾക്കൊണ്ടുകൊണ്ട് തയ്യാറാക്കിയ NCF 2000 പുതുക്കണമെന്ന് വിദ്യാഭ്യാസ സെക്രട്ടറി NCERT ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. ഇതനുസരിച്ച് നമുക്കറിയാം നമ്മുടെ യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ട് യശ്പാൽ ചെയർമാനായ ഒരു നാഷണൽ സ്റ്റിയറിംഗ് കമ്മിറ്റിയും 21 നാഷണൽ ഫോക്കസ് ഗ്രൂപ്പുകളും ഉണ്ടാക്കി. അങ്ങനെ NCF 2005 തയ്യാറാക്കി. ദേശീയ പാഠ്യക്രമത്തിൻ്റെയും പുതുക്കിയ ചട്ടക്കൂട് ആരംഭിക്കുന്നത് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ നാഗരികതയും പുരോഗതിയും എന്ന പ്രബന്ധത്തിൽ നിന്നുള്ള ഉദ്ധരണിയോടുകൂടിയാണ്. അപ്പോൾ ഇതിലെന്താ കാര്യമായിട്ട് പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. നമുക്ക് പ്രധാനമായിട്ടും ഇതിലെ ശുപാർശകളാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. അറിവിനെ സ്കൂളിൻ്റെ പുറത്തുള്ള ജീവിതവുമായി ബന്ധപ്പെടുത്തുക, കാണാപ്പാഠം പഠിക്കുന്ന രീതി ഒഴിവാക്കുക, പാഠപുസ്തകങ്ങൾക്കപ്പുറത്ത് പാഠ്യപ്രവർത്തനങ്ങളെ വികസിപ്പിക്കുക, പരീക്ഷകൾ കൂടുതൽ അയവുള്ളതാക്കുകയും ക്ലാസ് മുറിയിലെ പഠനാനുഭവങ്ങളുമായി ഉദ്ഗ്രഥിക്കുകയും ചെയ്യുക, രാജ്യത്തെ ജനാധിപത്യ രാഷ്ട്രീയത്തിൽ പരസ്പരം താല്പര്യമെടുക്കുന്നതും വ്യത്യാസങ്ങൾക്ക് അതീതവുമായൊരു സ്വത്വം വളർത്തിക്കൊണ്ടുവരിക. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായും NCFൽ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ NCF 2005 5 അധ്യായങ്ങളിലായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത്. പ്രൈമറി ക്ലാസ്സുകളിൽ ആദ്യകാല ശിശു വിദ്യാഭ്യാസത്തിൻ്റെ തുടർച്ചയാണ്. അതിനാൽ അതിൻ്റെ തുടർച്ചയാകണം പ്രൈമറി വിദ്യാഭ്യാസം. പിന്നീട് പഠിതാവിൻ്റെ വികാസം, പഠനം എന്നിവയെ സംബന്ധിച്ച് സമഗ്രമായ കാഴ്ചപ്പാടുണ്ടായിരിക്കണം. ഉൾച്ചേർന്ന വിദ്യാഭ്യാസം അഥവാ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം. അറിവ് നിർമ്മാണത്തിനും സർഗാത്മകതയ്ക്കും അവസരം നൽകണം. നിർമ്മാണം, കണ്ടെത്തൽ, അപഗ്രഥനം, വിമർശനാത്മക ശേഷി എന്നിവയെ വളർത്തണം. പ്രാദേശിക അറിവുകൾക്കും അനുഭവങ്ങൾക്കും പാഠ്യപദ്ധതിയിൽ സ്ഥാനം നൽകണം. പരിസരബന്ധിതമായ പ്രൊജക്റ്റുകളിൽ ഏർപ്പെടുന്നതിനും അതുവഴി അറിവ് നിർമ്മാണത്തിനും അവസരം വേണം. മാതൃഭാഷ ബോധന മാധ്യമമായിരിക്കണം. ബഹുഭാഷാ സ്വഭാവത്തെ സ്കൂൾ വിദ്യാഭ്യാസത്തിലെ സമ്പത്തായി ഉപയോഗിക്കുക. ചിന്തയുടെ ഗണിതവൽക്കരണത്തിന് ഊന്നൽ നൽകുക. ഉള്ളടക്കം, പ്രക്രിയ, ഭാഷ എന്നിവ പഠിതാവിൻ്റെ പ്രായം, ഭൗതിക നിലവാരം എന്നിവയ്ക്ക് യോജിച്ചതാക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും NCF 2005 പറയുന്നത്. ഇനി വിദ്യാഭ്യാസ അവകാശ നിയമം 2009 അഥവാ റൈറ്റ് ടു എഡ്യൂക്കേഷൻ 2009. ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ 60ാം വർഷത്തിൽ പാർലമെൻറ്റിൻ്റെ ഇരു സഭകളും വിദ്യാഭ്യാസ അവകാശ ബില്ല് പാസ്സാക്കിയത്. അപ്പോൾ 2009 ഈ ബില്ല് ഓഗസ്റ്റ് 26 ഇന്ത്യൻ പ്രസിഡന്റിന് അംഗീകാരം ലഭിച്ചു. 1/4/2010 മുതൽ ഈ നിയമം പ്രാബല്യത്തിൽ വന്നു. അപ്പോൾ ഇതിലെ പ്രധാന വ്യവസ്ഥകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധമായും പ്രാഥമിക വിദ്യാഭ്യാസം വ്യവസ്ഥ ചെയ്യുന്നു. വിദ്യാലയ പ്രവേശനത്തിന് യാതൊരു വിധത്തിലുള്ള തലവരിപ്പണവും പാടില്ല. പിന്നീട് സ്കൂളിന് ഒരു മാനേജ്മെൻറ്റ് കമ്മിറ്റി ഉണ്ടായിരിക്കണം. എല്ലാ സ്കൂളുകൾക്കും സ്കൂൾ വികസന പദ്ധതി ഉണ്ടായിരിക്കണം. അതുപോലെ PTA MTA കമ്മിറ്റീസ്. പിന്നെ അതുപോലെ തന്നെ കുട്ടിയുടെ സർവ്വതോന്മുഖ വികാസം ലക്ഷ്യം വെച്ചുള്ളതായിരിക്കണം വിദ്യാഭ്യാസം. അതുപോലെ തന്നെ വിദ്യാഭ്യാസം എന്നുള്ളത് കുട്ടിയുടെ അറിവ്, കഴിവ്, ബുദ്ധി, കായികവും മാനസികവുമായ കഴിവുകൾ എന്നിവ വളർത്തുന്നതായിരിക്കണം. പിന്നീട് പ്രവർത്തനാധിഷ്ഠിതവും ശിശു കേന്ദ്രീകൃതവും പ്രക്രിയാബന്ധിതവുമായിട്ടുള്ളൊരു പാഠ്യപദ്ധതി ഉണ്ടായിരിക്കണം. പിന്നീട് 6 മുതൽ 8 വരെ ക്ലാസ്സിലെ പഠന സമയം 1 വർഷം 1000 മണിക്കൂർ അഥവാ 220 പ്രവൃത്തി ദിവസമായിരിക്കണം. ഒരാഴ്ചയിൽ അധ്യാപകൻ്റെ പ്രവർത്തന സമയം 45 മണിക്കൂറായിരിക്കണം. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നവരെ പ്രധാനമായിട്ടും അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഇനി 2002 ഭരണഘടനയോട് ചേർക്കപ്പെട്ട അനുച്ഛേദം 21A പ്രകാരമുള്ള 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതമായ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി. ഓരോ കുട്ടിക്കും തൃപ്തികരവും ന്യായവുമായ നിലവാരത്തിലുള്ള മുഴുവൻ പ്രാഥമിക വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടിയാണ് ഈ നിയമം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ 2005 നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിനെ കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ചുവട് പിടിച്ചാണ് ഈ ഒരു 2009 റൈറ്റ് ടു എഡ്യൂക്കേഷൻ അഥവാ റൈറ്റ് ടു എഡ്യൂക്കേഷൻ നിലവിൽ വരുന്നത്. ഇനി ദേശീയ അധ്യാപക വിദ്യാഭ്യാസ പദ്ധതി ചട്ടക്കൂട് നമുക്കറിയാം NCFTE 2009.
സാർവത്രിക പ്രാഥമിക വിദ്യാഭ്യാസം എന്ന ഭരണഘടനാ ലക്ഷ്യത്തിന് അടിവരയിട്ടുകൊണ്ടുള്ള തീരുമാനമാണ് കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശ നിയമം 2009. ഈ നിയമത്തിന്, അതായത് കുട്ടികളുടെ വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളൊക്കെ നമുക്ക് പൂർത്തീകരിക്കണമെങ്കിൽ യോഗ്യതയും പരിശീലനവും ലഭിച്ച ആവശ്യമായത്ര അധ്യാപകർ നിർബന്ധമാണ്, അല്ലേ? നമുക്കറിയാം. അതായത് ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിൻ്റെ വിദ്യാഭ്യാസ ഉന്നമനത്തിന് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഘടകമാണ് നമുക്ക് അധ്യാപകർ. ഓക്കെ. അധ്യാപക പരിശീലനത്തിൻ്റെ ദൈർഘ്യം, അവരുടെ അറിവ്, ബോധനശാസ്ത്രപരമായ നൈപുണികൾ, തൊഴിലിനോടുള്ള പ്രതിബദ്ധത, സമകാലിക പ്രശ്നങ്ങളോടുള്ള സംവേദനശീലം, ഭരണഘടനാ മൂല്യങ്ങളോടുള്ള ആദർശം, അനുകൂല മനോഭാവം തുടങ്ങിയവയെല്ലാം ഒരു അധ്യാപകൻ എന്നുള്ളതൊക്കെ ഓരോരുത്തരെയും സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് അധ്യാപക വിദ്യാഭ്യാസത്തിന് പരിഷ്കരണങ്ങൾ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് NCFTE 2009 നിർദ്ദേശിക്കുന്നത്. അങ്ങനെ ഇതിൽ ഒരു അധ്യാപകന് ഉണ്ടായിരിക്കേണ്ട യോഗ്യതകൾ, നൈപുണികൾ, മനോഭാവങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം ഇത് ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിൽ പ്രധാനമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് 4 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകൾ. നമുക്കറിയാം, പുതിയ NEP 2020 പ്രകാരം നിലവിൽ വന്നിട്ടുള്ള ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. അതൊക്കെ നമുക്ക് പ്രധാനമായിട്ടും അന്ന് മുതലേ നിർദ്ദേശങ്ങളുണ്ട്. ഓക്കെ. അഭിരുചിയുള്ളവരെ അധ്യാപക പരിശീലനത്തിന് തിരഞ്ഞെടുക്കുന്നതിനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കണം. അധ്യാപക വിദ്യാഭ്യാസത്തിനുള്ള സിലബസ്, കോഴ്സിൻ്റെ രൂപരേഖ എന്നിവ NCTE തയ്യാറാക്കണം, അഥവാ നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും ഇന്ത്യൻ വിദ്യാഭ്യാസ കമ്മീഷനിൽ പഠിക്കാനുള്ളത്. ഓരോ കമ്മീഷൻ കേൾക്കുമ്പോഴും അല്ലെങ്കിൽ ഓരോ നയങ്ങൾ കേൾക്കുമ്പോഴും അതിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ, നമ്മൾ അതിൽ ഹൈലൈറ്റ് ചെയ്ത കുറച്ച് പോർഷൻസ് ഉണ്ടല്ലോ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതായത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ക്ലാസ് കണ്ട് ഒരു ഓഡിയോ പോലെ കേട്ടിരുന്നിട്ട് അത് ആദ്യം ജസ്റ്റ് ഒന്ന് കേൾക്കാം. ആദ്യം മൊത്തത്തിൽ ഈ ഒരു ഓഡിയോ മൊത്തം കേട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, നിങ്ങളൊരു നോട്ട്ബുക്ക് എടുത്ത് ഇത് എഴുതുക. നോട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. ഓരോ കമ്മീഷൻ, ഇപ്പോൾ മെക്കാളി മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, വുഡ്സ് ഡെസ്പാച്ച് എന്ന് പറയുമ്പോൾ അതിൽ വെറും ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് മാത്രമല്ല പ്രാഥമിക വിദ്യാഭ്യാസം മാതൃഭാഷയിലായിരിക്കണം. പിന്നീട് ഹയർ ലെവലിലേക്ക് വരുമ്പോൾ അതിൽ മാതൃഭാഷ ഉണ്ടായിരിക്കണം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം. അങ്ങനെ ഓരോ കമ്മീഷൻ കേൾക്കുമ്പോഴും, ഇനി 100 കമ്മീഷൻ ആണെങ്കിലോ പ്രാഥമിക വിദ്യാഭ്യാസത്തിനാണ് ഒന്നിൽ നൽകിയിട്ടുള്ളത്. അങ്ങനെ ഓരോ കമ്മീഷൻ കേൾക്കുമ്പോഴും നമുക്ക് ആ ഒരു കമ്മീഷൻ്റെ മെയിൻ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഓരോ കമ്മീഷൻ്റെ ശുപാർശകളും, അതായത് മെയിൻ ശുപാർശകൾ, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഊന്നി പഠിക്കേണ്ട ഒന്നാണ് നമ്മുടെ NCF 2005. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത്ര നേരം ക്ലാസ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു.